ഒരു കഷ്ണം കേബേജ് വെച്ചിട്ട് ഇന്ന് നമ്മൾ ഉൾവശം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരം റെഡിയാക്കുന്നത്. കണ്ടല്ലോ, കാണാനുള്ള മൊഞ്ച് പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും ഉഗ്രൻ ടേസ്റ്റാണ്. ഇപ്പോൾ കേബേജിന് വലിയൊരു വിലയൊന്നുമില്ലല്ലേ, 10-12 രൂപ കൊടുത്താൽ അത്യാവശ്യം വലിയ കേബേജ് തന്നെ കിട്ടും. ഇത് തോരൻ വെച്ചാലൊന്നും നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പകുതി കഷ്ണം കേബേജ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കേബേജ് കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഞാനിവിടെ കഴുകിയതിന് ശേഷവും കേബേജ് കഴുകാറുണ്ട് കേട്ടോ. പലരും പറയും കമൻ്റ് ഇങ്ങനെ കാണാം, പച്ചക്കറി കഴുകി പിന്നെ കട്ട് ചെയ്ത് കഴുകിയാൽ അതിൻ്റെ ഗുണമൊക്കെ പോകുന്നു. പക്ഷേ എല്ലാ പച്ചക്കറികളെയും പോലെയല്ല, ഇതിങ്ങനെ ഇതളുകളായിരിക്കുമല്ലോ ഓരോ ലീഫും. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ കഴുകുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2 ഉരുളൻ കിഴങ്ങ് ഒരിച്ചിരി ഉപ്പിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. കുക്കറിലിട്ടാൽ മതി കേട്ടോ. 2 വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ചായക്കടിയാണിത്. ഇനിയിപ്പോൾ റമദാനൊക്കെയാണ് വരുന്നത്. റമദാനിൽ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നുമില്ലെങ്കിൽ സിമ്പിളായിട്ട് എന്നാൽ കുട്ടികളെയൊന്നും മുഷിപ്പിക്കാത്ത രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി പലഹാരമാണ്. ഉരുളൻകിഴങ്ങ് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഒരു നാടൻ ടച്ചാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം അതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് പൊട്ടി വരട്ടെ. ആ ഒരു ടൈമിൽ ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് കഴുകി സ്റ്റെയിനറിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേബേജ് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്കൊരിച്ചിരി ഉപ്പ്, ഒരുപാടൊന്നും വേണ്ട, ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഈ ഒരു ക്യാബേജ് ഒരു 60% ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഈ ഒരു വേവിക്കുന്ന ടൈമേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ സിമ്പിളാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ് ഒരുപാട് ചേർക്കണ്ട, ഓൾറെഡി നമ്മൾ കിഴങ്ങിൽ ഉപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാബേജിക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് കേബേജൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇല ചേർക്കാം. ജീരകം പൊട്ടിക്കുന്ന സമയത്ത് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്താലും മതി, ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അതുപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് അതുകൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കേബേജ് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം വെന്ത് വന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ ഇതിലോട്ട് നമ്മളൊരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഗരം മസാലയാണ് ഉള്ളതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ, കുറച്ച് മതി കേട്ടോ, ഒരുപാട് കുത്തുന്ന രീതിയിലൊന്നും ചേർക്കണ്ട. നമ്മൾ ഈ ഒരു റെസിപ്പിയിലോട്ട് ഒരുപാട് മസാല അങ്ങനെയല്ല കേട്ടോ, എല്ലാ റെസിപ്പിയിലോട്ടും ആവശ്യത്തിന് മാത്രം കുറച്ച് മസാല ചേർത്ത് റെഡിയാക്കുമ്പോഴാണ് അത് ടേസ്റ്റി ആവണത്. അപ്പോൾ അതാ മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൂടെ ഒരു പച്ചമുളക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർക്കുകയാണ്. എരിവിന് ആവശ്യത്തിന് നമ്മളിതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വേണ്ട കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്, ഇഞ്ചിയുണ്ട്. അപ്പോൾ എല്ലാം കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇതിലോട്ട് ചേർക്കുകയാണ്. കിഴങ്ങ് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇത് മിക്സ് ആക്കണം. അപ്പോഴാണ് മസാല കിഴങ്ങിലോട്ടൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുള്ളൂ. നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മസാല കൂട്ടാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു കേബേജും കിഴങ്ങൊക്കെ നല്ല രീതിയിൽ മിക്സായിട്ട് ഇങ്ങനെ കുഴഞ്ഞ പോലെ നിൽക്കുള്ളൂ. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സാക്കി കണ്ടല്ലോ.
ഇനി ഇത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇച്ചിരി സമയം ഒന്ന് അടച്ച് വെക്കട്ടോ. അതും കുറഞ്ഞ തീയിൽ വെച്ച് ചെയ്യാൻ മറക്കല്ലേ. കുറഞ്ഞ തീയിൽ വെച്ച് ചെയ്യുക, എന്നാൽ ആ മസാലയ്ക്ക് നല്ല രീതിയിൽ ഇതിലോട്ട് പിടിച്ച് കിട്ടുള്ളൂ. ലാസ്റ്റ് നമ്മളൊരു തണ്ട്, 1-2 തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. നമ്മൾ കരുതും കേബേജ് അല്ലേ, പക്ഷേ കേബേജും കിഴങ്ങും ഈ ഒരു മസാലക്കൂട്ടും എല്ലാം കൂടിയിട്ട് ഇത് അപാര രുചി തന്നെയാണ്. അതുപോലെ മുട്ടയൊക്കെ പറ്റാത്തവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിക്കട്ടോ. അപ്പോൾ ഇനി നമ്മളത് അടച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാറണം, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബൗളെടുത്ത് അതിലോട്ടൊരു 1/4 കപ്പ് മൈദാമാവും 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1.5 കപ്പ് പച്ചവെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ മൈദാമാവ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരൊറ്റ കോഴിമുട്ട എടുക്കുക, അതിലോട്ടൊരു പിഞ്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അത് ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ പലരും ഇന്ന് നോമ്പൊക്കെ നോറ്റിരിക്കുമായിരിക്കും. അപ്പോൾ ഈവനിങ്ങിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. നോമ്പ് നോറ്റവരെ മാത്രമല്ല, എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മൈദയൊക്കെ നന്നായിട്ട് തന്നെ കലക്കിയെടുക്കണം. 1 കപ്പ് മൈദാമാവല്ലേ നമ്മളെടുത്തത്, ഏത് പാത്രത്തിലാണോ നമ്മൾ മൈദ എടുത്തത് അതിൻ്റെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചില മൈദാമാവിന് ഇത്തിരി വെള്ളം ഏറെ വേണ്ടി വരും, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പുറത്തൊരു ബൗളിൽ ഒരു 2-3 ബ്രെഡ്, ഇനി 2 ബ്രെഡായാലും മതി. ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, ചെറിയ തരികളോട് കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ബ്രെഡ് ഇല്ലെങ്കിൽ നമ്മുടെ ഇതായാലും മതി കേട്ടോ, റസ്കിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, അങ്ങനെ റെഡിമെയ്ഡായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും, അതും നമുക്ക് യൂസാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് ഇതാ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കൈ നന്നായിട്ട് അങ്ങോട്ട് കഴുകുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഓയിലൊക്കെ കയ്യിലിങ്ങനെ പുരട്ടി കൊടുക്കുക കേട്ടോ, ഈ ഒരു കിഴങ്ങും കേബേജൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാ ഞാനൊന്നും തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഓരോന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് ഓരോ ബൗൾസുകളാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം. നമ്മളിതിൽ കിഴങ്ങൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. സിമ്പിൾ റെസിപ്പി അല്ലേ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഇതുപോലെ ഒരു 2-3 കിട്ടിയാൽ മനസ്സും വയറും ഒരുപോലെ നിറയുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. എല്ലാം നമുക്കിതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ നമുക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കിട്ടോ. അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മുടെ ക്രംസും അതുപോലെ തന്നെ ആ ഒരു മൈദാമാവിൻ്റെ കോട്ടിങ്ങും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബൗളും ഈ ഒരു മൈദാമാവിലൊന്ന് മിക്സാക്കിയിട്ട് നേരെ നമ്മുടെ ബ്രെഡിൻ്റെ ക്രംസിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടല്ലോ, 1-2-3 ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ സ്പെഷ്യലായിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കേബേജിന് വലിയൊരു വിലയൊന്നുമില്ല, തോരൻ വെച്ചാൽ കുട്ടികൾക്ക് മടിയാണ് കഴിക്കാൻ. അപ്പോൾ പിന്നെ എന്താ നിങ്ങൾ നോക്കി നിൽക്കണം. ഇതുപോലെ ഒരു ഐറ്റമൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചും ചെയ്തോളും. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഓരോന്നും ഇതുപോലെ മൈദാമാവിലൊക്കെ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആണല്ലോ, എല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ വെച്ചിട്ട് പതുക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളിത് എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും ഈ ക്രംസൊക്കെ എണ്ണയിൽ ഇങ്ങനെ പരതി നടക്കും. ഇതിലിങ്ങനെ പറ്റി പിടിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയൊരു പണിയൊന്നുമില്ലല്ലേ. ഇനി നമുക്ക് ഇതുപോലെയൊരു ചീനച്ചട്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് എണ്ണ മതി, നന്നായിട്ട് മുങ്ങിക്കിടക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. അത്യാവശ്യം ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണ പറ്റുന്നവർക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. തവിടെണ്ണയിലൊക്കെ യൂസാക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ അതും എടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ ഓരോ എണ്ണം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. നിങ്ങൾക്കറിയാമല്ലോ, ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്, ഫില്ലിങ്സൊക്കെ.
പുറമേ ഉള്ളൊരു മൈദാമാവും ബ്രെഡ് ക്രംസും ഒക്കെ നല്ല രീതിയിലൊന്ന് ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോഴേക്കും തന്നെ ഇത് കോരി മാറ്റാം. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇത്ര മതി കേട്ടോ, ഒരുപാട് അങ്ങ് ബ്ലാക്ക് കളറാക്കണ്ട. ഈ ഒരു നിറാവുമ്പോഴേക്കും തന്നെ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് വേവേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു സമയത്ത് എല്ലായിടത്തും ഒരുപോലെ തന്നെ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ സ്റ്റെയിനറിലോട്ടൊന്ന് മാറ്റി കൊടുത്ത് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളിത് ഓരോ ബൗളും എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ വലിയ തവയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇളക്കി പൊട്ടിച്ച് കളയല്ലേ. അതൊരു ഭാഗം ആയതിന് ശേഷം മാത്രം മറു സൈഡ് മറിച്ചിട്ടിട്ട് മൊരിച്ചെടുത്താൽ മതി. അതുപോലെ ചട്ടിയിൽ ഇങ്ങനെ ഒരുപാട് കുത്തി നിറക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 5-6 വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്ഷനോട് കൂടി നല്ല ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. മറ്റേത് ഇട്ട ഉടനെ തന്നെ നമ്മളിങ്ങനെ തവി വെച്ചിട്ട് കോരി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾവശമൊക്കെ പൊട്ടും. ഉൾവശം പൊട്ടിയാൽ പിന്നെ കാബേജൊക്കെ പുറത്ത് ചാടും. അപ്പോൾ ഒന്ന് നന്നായിട്ട് മുരിയട്ടെ, അതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുമായി ആവുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയം പതുക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊരിച്ച് വെച്ചിട്ടുള്ള പലഹാരം നോക്കിയേ, നല്ല അടിപൊളി കിട്ടിയില്ലേ. ഇതാട്ടോ നമ്മളിത് ആ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം ഇച്ചിരി ടൊമാറ്റോ സോസോ മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും. ഇനിയിപ്പോൾ ഇത് കേബേജ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പോലും അറിയില്ല കേട്ടോ. കേബേജ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും, കഴിക്കാത്തവരുണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ ഇത് കഴിച്ചോളും. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയാണ്, പക്ഷേ ഉൾഭാഗം നല്ല സോഫ്റ്റ് ഫില്ലിംഗ് ആണ്. കാബേജും കിഴങ്ങും അറിയാലോ. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ, കഴിക്കാനും നല്ല രുചി തന്നെയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊക്കെ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. എന്തായാലും ഇഷ്ടമാവും, ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കാബേജൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വെജിറ്റബിൾ ആണല്ലേ. പൊതുവെ ഉണ്ടാക്കിയാൽ ആർക്കും കഴിക്കാനും മടിയാണ്. അപ്പോൾ ഉള്ളവരൊക്കെ ഇതൊന്ന് റെഡിയാക്കി നോക്കുക. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾവശം കണ്ടോ, പുറമേ നല്ല ക്രിസ്പിയാണ്, അതുപോലെ ഉൾവശം കണ്ടല്ലോ നല്ല ടേസ്റ്റി സോഫ്റ്റ് ഫില്ലിംഗ് ആണ്. ഇനിയിപ്പോൾ ഞാനിതിൽ ഉരുളങ്കിഴങ്ങ് ചേർത്തു. അതിന് പകരം താല്പര്യമുള്ളവർക്ക് മുട്ട ജസ്റ്റ് ഒന്ന് ചിക്കെടുത്ത് അതും ചേർക്കട്ടോ, ടേസ്റ്റ് കൂട്ടാൻ. ഇനിയിപ്പോൾ ചിക്കനൊക്കെ കിട്ടുന്നവർക്ക് ചിക്കൻ എടുക്കാം, ബീഫ് എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടാണ് ഇവിടെ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരിക. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.